മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇനി ബിഗ് ബോസ് സീസൺ 7 തീരാൻ വെറും 2 ആഴ്ചകൾ കൂടിയുള്ളൂ. അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് വളരെ വ്യത്യസ്ത രീതിയിലായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് 3 പേരെയൊന്നും സെലക്ട് ചെയ്തില്ല. നോമിനേഷനിലുള്ള 7 പേരിൽ 5 പേരും സേവായി. അവസാനമുള്ള 2 കണ്ടസ്റ്റന്റ് ആര്യനും നെവീനുമായിരുന്നു. ലാലേട്ടൻ ആര്യനോടും നെവീനോടും തന്നെ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ക്യാപ്റ്റനാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. 2 പേരും നൂറയുടെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായി നൂറയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ നെവീനും ആര്യനും വളരെ ബുദ്ധിപൂർവ്വം തന്നെ കളിച്ചതാണ്. കാരണം ഓൾറെഡി നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി നൂറയ്ക്ക് ഉണ്ട്. മലയാളം ബിഗ് ബോസ് സീസൺ 7 ടോപ്പ് 5 വന്ന ആദ്യത്തെ കണ്ടസ്റ്റന്റാണ് നൂറ. 14ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ മറികടന്ന് നൂറ ഓൾറെഡി ഫിനാലെ വീക്കിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നൂറ ക്യാപ്റ്റനായാൽ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ അറിഞ്ഞ് ബുദ്ധിപൂർവ്വം കളിച്ചതാണ് നെവീനും ആര്യനും. എന്തായാലും ഈ സീസണിലെ നൂറയുടെ ആദ്യത്തെ ക്യാപ്റ്റൻസിയാണ്. എങ്ങനെയുണ്ടാകും നൂറയുടെ ക്യാപ്റ്റൻസി എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.